എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ചിത്രം ലെവൽ ക്രോസ് 26-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രൊമോഷൻസിൻ്റെ എല്ലാം ഭാഗമായി മുന്നിൽ നിൽക്കുന്നത്. ഇന്നത്തെ ഈ ദിവസം നിങ്ങളെല്ലാവരെയും ഇതുപോലെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ടായിട്ട് പോലും ഈ നിറഞ്ഞ് കവിഞ്ഞ് കാണുന്ന ഈ ക്യാമറ കണ്ണ് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്, മീഡിയയുടെ സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ലെവൽ ക്രോസിൻ്റെ ജസ്റ്റ് മുമ്പ്, നമ്മുടെ റിലീസിന് മുമ്പായിട്ട് എന്താണ് നിങ്ങൾക്ക് താരങ്ങളോട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഈ മൂവി നമുക്ക് തരുന്ന പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഈ മൂവിയിൽ അഭിനയിച്ച കാര്യങ്ങൾ, ഇതിലൊക്കെ ഉപരി ജിത്തു ജോസഫ് എന്ന സംവിധായകൻ പ്രസന്റ് ചെയ്യുന്ന ചിത്രം എന്നുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ചിത്രത്തിനുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നിസ്സാരമായ ഒരു സിനിമ ആയിരിക്കില്ല എന്ന്. മാത്രമല്ല ജിത്തു സാറിന്റെ പ്രധാന ശിഷ്യനാണ് അർഫാസിന്റെ ഫസ്റ്റ് ഫിലിമാണ്. ആസിഫ് അലി നായകനായി നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ തലവന് ശേഷം വീണ്ടും ഹിറ്റടിക്കണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് വരികയാണ്. ഒപ്പം അമല പോൾ, ഷെർഫുദ്ദീൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെയധികം സഹകരിച്ചാണ് നമ്മളുടെ ഈ ചിത്രത്തോട്. എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഈ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് ഇത്ര വരെ എത്തിച്ചേർന്നത്. ഇതിൻ്റെ ഒരു 3-4 ലെവൽ ഓഫ് പ്രൊമോഷൻസ് ഇതുവരെ കഴിഞ്ഞു. ഇത് ലാസ്റ്റ് പ്രൊമോഷൻസ് ആണെന്ന് നിങ്ങൾ കരുതരുത്. നമ്മൾ റിലീസിൻ്റെ അന്നും അതിന് ശേഷവും ഒക്കെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ലെവൽ ക്രോസിനെ ലെവൽ ക്രോസ്ഡ് ആക്കി വിജയിപ്പിക്കണം. അപ്പോൾ നമ്മളുടെ പ്രസ് മീറ്റ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെല്ലാം ആദ്യം ഇവർ സംസാരിക്കും. ജിത്തു സർ, ഫസ്റ്റ് ഓഫ് ഓൾ സാറാണ് ഇതിനെ ലീഡ് ചെയ്യേണ്ടത്. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഒരു 2 വർഷം മുമ്പ് വളരെ 12th മാൻ്റെ ലൊക്കേഷനിൽ വെച്ചാന്ന് തോന്നുന്നു എന്നോട് ഫസ്റ്റ് അർഫാസ് ഈ ഐഡിയ പറയുന്നത്. അന്നോട്ട് അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജാണ്. ഒരു ഫസ്റ്റ് 1 ലൈൻ അല്ലെങ്കിൽ ഒരു 2 ലൈനിലായിട്ടാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അതിന് ശേഷം അതിനകത്തൊരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കൂമനിൽ ഞാനും ആസിഫും ആദ്യമായിട്ട് ഒന്നിക്കുന്നു. അങ്ങനെ ഒരു എല്ലാം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം കൂമനിൽ നമ്മൾ കാന്തല്ലൂരിലെ ലൊക്കേഷൻ അല്ലേ അവിടെ ഹോട്ടലിൽ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു ആസിഫ് അത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വെരി ഗുഡ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പം വളരെ എക്സൈറ്റഡ് ആയിട്ട് ആസിഫ് പറഞ്ഞു ചേട്ടാ ഞാൻ ഇത് കേട്ടു ഇത് കൊള്ളാം, ഭയങ്കര രസമായിട്ടുണ്ടെന്ന് ഇതായിട്ടുണ്ടോ. അപ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സക്സസ്ഫുള്ളായിട്ട് കടന്നു. പിന്നെ അർഫാസിനെ കുറിച്ച് പറയുമെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന ആളാണ്. ഞാൻ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാദറെ അതിനു മുമ്പ് എനിക്കറിയാം. പക്ഷെ എന്നാലും എന്നാൽ എന്നോട് വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിൻ്റെ പേര് പുള്ളി ഒരിടത്തും ഫാദറിൻ്റെ പേര് പറയത്തില്ല. അത് കഴിഞ്ഞാൽ തന്നെ ഞാനിത് അറിഞ്ഞത്. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെ എടുത്ത് മോളിവുഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അർഫാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കം ട്രൂ ആണ്. പിന്നെ ഞാൻ ഫിലിം കണ്ടു, വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ത്രില്ലർ. ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു സിനിമയല്ല. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എൻജോയ് ചെയ്യണം. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ്. താങ്ക് യു.